ഹായ്. ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 3rd ചാപ്റ്റർ അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര, സമാന്തര ശ്രേണിയും ബീജഗണിതവും. ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റിലെ 71ാമത്തെ പേജിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഇന്ന് ചെയ്യുന്നത്. മുമ്പുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. 3ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 9 എമംഗ് 3 ഡിജിറ്റ് നമ്പർ. 9ന്റെ മൾട്ടിപ്പിൾ, മൂന്നക്ക സംഖ്യകളായിട്ടുള്ള 9ന്റെ ഗുണിതങ്ങളുടെ തുക ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം വേണം, ലാസ്റ്റ് ടേം xn വേണം, പിന്നെ കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു 9 ആയിരിക്കും. കാരണം 9ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ 9 വീതമാണ് കൂടി പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്നും കോമൺ ഡിഫറൻസ് നമുക്ക് d എന്ന് കിട്ടി. ഇനി നമുക്ക് സമ്മ് കാണാൻ നമ്പർ ഓഫ് ടൈംസ് വേണം, അതുപോലെ ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈം വേണം. അപ്പോൾ ഫസ്റ്റ് ടൈം കാണാൻ വേണ്ടി ആദ്യത്തെ മൂന്നക്ക സംഖ്യ അത് 100 ആണ്. അപ്പോൾ 100നും 999നും ഇടയ്ക്കുള്ള സംഖ്യകളായിരിക്കും. അപ്പോൾ 100നെ നമ്മൾ ഫസ്റ്റ് ടൈം കാണാൻ വേണ്ടി 100നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 9. അപ്പോൾ 1 × 9 9, ശിഷ്ടം 1 10, വീണ്ടും 1 × 9 9, നമുക്ക് റിമൈൻഡർ 1 എന്ന് കിട്ടും. അപ്പോൾ 100നെ 9 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ അത് ഈ ശിഷ്ടം കുറച്ചാൽ കിട്ടുന്നത് 99 ആണ്. ഈ 99 9ന്റെ മൾട്ടിപ്പിൾ ആണ്, പക്ഷേ അത് രണ്ടക്ക സംഖ്യയാണ്. അപ്പോൾ വീണ്ടും ഈ 99നോട് കൂടി 99 കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത നമ്പർ 99 + 9 നമുക്ക് 108 എന്ന് കിട്ടും. അപ്പോൾ മൂന്നക്ക സംഖ്യയിൽ ഫസ്റ്റ് നമ്പറായ 100നേക്കാൾ വലുതും എന്നാൽ ഈ 9ന്റെ മൾട്ടിപ്പിളിൽ ഏറ്റവും ചെറുതുമായ സംഖ്യ അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ടൈം. അത് കാണാൻ വേണ്ടി 100നെ 9 കൊണ്ട് ഹരിച്ചു നോക്കി. അപ്പോൾ നമുക്ക് ശിഷ്ടം 1 കിട്ടി. അപ്പോൾ ആ 1 കുറച്ചാൽ 100നോട് തൊട്ടടുത്ത് നിൽക്കുന്ന 9ന്റെ മൾട്ടിപ്പിൾ 99 ആണ്. പക്ഷെ 99 രണ്ടക്ക സംഖ്യ ആയതുകൊണ്ട് തന്നെ തൊട്ടടുത്ത മൾട്ടിപ്പിൾ, അപ്പോൾ ഒരു 9 കൂടെ കൂട്ടി. അപ്പോൾ നമുക്ക് 108 എന്ന് കിട്ടി. അതൊരു വഴി. ഇല്ലെങ്കിൽ നമുക്ക് 100നെ 9 കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയത് ആൻസർ 11 ആണ്. അപ്പോൾ 11 × 9 99 ആണ്. അപ്പോൾ അടുത്ത നമ്പർ എന്ന് പറഞ്ഞത് 12 × 9 ആയിരിക്കും. അതും 108 തന്നെയാണ്. ഈ രണ്ട് വഴിയിൽ ഏതെങ്കിലും വഴിക്ക് നമുക്ക് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് x1 ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 108 എന്ന് കിട്ടി. ഇനി ലാസ്റ്റ് ടൈം കാണാനും ഈ വഴി തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഈ 999 ആണ് നമ്മുടെ ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ, മൂന്നക്ക സംഖ്യ. അതിനെ നമ്മൾ 9 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് റിമൈൻഡർ ഉണ്ടാവില്ല, കാരണം ഇത് 9ന്റെ മൾട്ടിപ്പിൾ തന്നെയാണ്. ഇനി അങ്ങനെ അല്ലാത്തൊരു സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ ഇതേപോലെ അതിനെ ഹരിച്ചു നോക്കുക. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ അതിൽ നിന്നും ഈ റിമൈൻഡർ കിട്ടുന്ന കുറച്ചാൽ ഇവിടെ നമുക്ക് 99 കിട്ടിയ പോലെ അങ്ങനെ കിട്ടുന്ന സംഖ്യയായിരിക്കും ഈ അടുത്ത നാലക്ക സംഖ്യ ആവാതെ മൂന്നക്ക സംഖ്യ തന്നെ 1000നേക്കാളും താഴെ നിൽക്കുന്ന ആ ഒരു നമ്പർ നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം 999 9ന്റെ മൾട്ടിപ്പിൾ തന്നെയാണ്. അപ്പോൾ nth ടൈം, അതായത് ഇവിടെ നമ്മൾ പരിഗണിക്കുന്ന ശ്രേണിയിലെ ലാസ്റ്റ് ടൈം അത് 999 ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടി, nth ടൈം ലാസ്റ്റ് ടൈം കിട്ടി. കോമൺ ഡിഫറൻസ് 9ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് അത് 9 തന്നെ എഴുതി. ഇനി നമുക്ക് വേണ്ടത് ഇതിൽ എത്ര ടേംസ് ഉണ്ട്, നമ്പർ ഓഫ് ടൈംസ്. അപ്പം n ഈസ് ഈക്വൽ ടു ലാസ്റ്റ് ടൈം xn മൈനസ് x1 ഫസ്റ്റ് ടൈം. ലാസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം കുറച്ചു, അതിനെ കോമൺ ഡിഫറൻസിനോട് ഡിവൈഡ് ചെയ്തു, പ്ലസ് 1 ചേർത്താൽ നമുക്ക് നമ്പർ ഓഫ് ടൈംസ് എത്ര എണ്ണം ഉണ്ട് നമുക്ക് കിട്ടും. ഈക്വൽ ടു, അത് ശരിക്കും a + n - 1 × d എന്നുള്ള ഇക്വേഷനകത്ത് നിന്ന് മാറ്റി എഴുതാണ് ഈ ഇക്വേഷൻ. അപ്പോൾ ഒന്നുകിൽ ഈ ഇക്വേഷൻ പഠിക്കുക, ഇല്ലെങ്കിൽ nth ടൈം 999 എന്ന് എടുത്താൽ അതിൽ നിന്ന് നമുക്ക് രണ്ട് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ വാല്യൂ കൊടുക്കാം. ലാസ്റ്റ് ടൈം 999 മൈനസ് ഫസ്റ്റ് ടൈം 108 ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് 9 പ്ലസ് 1 ഈക്വൽ ടു 999 നിന്നും 108 കുറച്ചാൽ 891 ബൈ 9 പ്ലസ് 1 ഈക്വൽ ടു
891 എന്തായാലും 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. കാരണം നമ്മൾ മൾട്ടിപ്പിൾസ് ആണ് കുറച്ചേക്കുന്നത്. അതായത് തമ്മിലുള്ള വ്യത്യാസം എന്തായാലും 9ന്റെ മൾട്ടിപ്പിൾ തന്നെ ആയിരിക്കും. 99 പ്ലസ് 1 ഈക്വൽ ടു 100. അപ്പോൾ നമ്പർ ഓഫ് ടൈംസ് 100 ആണ്. ഇനി നമുക്ക് സമ്മ് കണ്ടുപിടിക്കണം. n is equal to 100 എന്ന് നമുക്ക് കിട്ടി. ഇനി സം ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടൈം x1 പ്ലസ് ലാസ്റ്റ് ടൈം xn ഈക്വൽ ടു n നമുക്ക് 100 ആയിട്ട്, അപ്പോൾ 100/2 ഇൻറ്റു ഫസ്റ്റ് ടൈം 108 പ്ലസ് 990 ഈക്വൽ ടു 50/2 100. വേണമെങ്കിൽ ഇത് കൂട്ടിയിട്ട് കുറച്ച് ഡിവൈഡ് ചെയ്താൽ കുഴപ്പമില്ല. ഞാൻ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇൻറ്റു 1107 ഈക്വൽ ടു 50നെ ഇതുകൊണ്ട് ഗുണിച്ചാൽ 55,350 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 55,350. ഇനി ഇതിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ. ദ nth ടൈം ഓഫ് സം അരിത്തമെറ്റിക് സീക്വൻസസ് ആർ ഗിവൺ ബിലോ. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n ടൈംസ് ഓഫ് ഈച്ച്. അതായത് ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം nth ടൈം, അത് n-ന് വാല്യൂ കൊടുക്കാതെയുള്ള nth ടൈം നമുക്ക് തന്നിട്ടുണ്ട്. വേണ്ടത് ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് n ടൈംസ് ഓഫ് ഈച്ച്. അവിടെയും n-ന് വാല്യൂ ഇല്ല. അപ്പോൾ സമ്മിന്റെ ഇക്വേഷൻ n² വരുന്ന ആ ഇക്വേഷൻ ആയിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. സമ്മിന്റെ ആൾജിബ്രിക് ഫോം, ബീജഗണിത രൂപം, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2n + 3. നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം 2n + 3 ആണ്. നമുക്കിതിൽ നിന്നും ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാം. x1 ഈക്വൽ ടു, അപ്പം ഇത് nth ടൈം ആണ്. ഏതൊരു ടൈമും കണ്ടുപിടിക്കാനുള്ള ബീജഗണിത രൂപമാണിത്. അപ്പോൾ ഇവിടെ n-ന് നമ്മൾ 1 എന്നുള്ള വാല്യൂ കൊടുത്താൽ നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടും. അപ്പോൾ 2 ഇൻറ്റു n-ന് പകരം 1 കൊടുത്തു. 1 + 3 ഈക്വൽ ടു 2 ഇൻറ്റു 1 2 + 3 ഈക്വൽ ടു 5 ആണ് ഇവിടുത്തെ ഫസ്റ്റ് ടൈം. ഇനി സമ്മ് കാണാൻ വേണ്ടിയിട്ട് സം ഈസ് ഈക്വൽ ടു n/2. n വാല്യൂ ഇല്ല. അപ്പം n/2 ഇൻറ്റു ഫസ്റ്റ് ടൈം x1 പ്ലസ് nth ടൈം. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്, തന്നിരിക്കുന്നത് xn ആണ്. ഈക്വൽ ടു അറിയാവുന്ന വാല്യൂസ് എല്ലാം കൊടുക്കുക. n/2 ഇൻറ്റു ഫസ്റ്റ് ടൈം നമുക്കറിയാം 5 പ്ലസ് ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നതുകൊണ്ട് nth ടൈം അറിയാവുന്നതുകൊണ്ട് നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇനി 2a + n-1 × d എന്നുള്ള ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കിവിടെ കോമൺ ഡിഫറൻസ് വേണം. പക്ഷെ ഇവിടെ nth ടൈം ഇക്വേഷനായിട്ട് തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചില്ലെങ്കിലും ഇത് ചെയ്യാം. ഇപ്പോൾ nth ടൈമിനും n-ന് വാല്യൂ ഇല്ലാതെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ nth ടൈം 2n + 3 ആണ്. അത് എഴുതി വെച്ചു. ഈക്വൽ ടു n/2 ഇൻറ്റു ഇവിടെ n 2n എന്നുള്ളത് വേരിയബിൾ ഉള്ള നമ്പറാണ്. അപ്പോൾ 2n അങ്ങനെ തന്നെ എഴുതി. 2n പ്ലസ് പിന്നെ നമുക്ക് 2 നമ്പേഴ്സ് ഉണ്ട്, കോൺസ്റ്റൻസ്, അത് നമുക്ക് കൂട്ടിയെടുക്കാം. 5ഉം 3ഉം 8. 2n + 8. ഇനി ഇവിടെ 2 ഉണ്ട്. ഇത് രണ്ടും 2 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സാണ്. അപ്പോൾ ഈ 2നെയും ഈ 2നെയും കട്ട് ചെയ്തു. ഈ 8നെയും 2നെയും കട്ട് ചെയ്തു. ഇവിടെ 4 എന്ന് എഴുതി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ പ്ലസ് കിടപ്പുണ്ട്. അപ്പം വെറുതെ കട്ട് ചെയ്യാൻ പറ്റില്ല. ഒറ്റ നമ്പറിനെ മാത്രം കട്ട് ചെയ്താൽ പോരാ. പ്ലസ് ഉള്ളതുകൊണ്ട് ഇവിടെ 2 ടൈം ഉണ്ട്. അപ്പോൾ ഈ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഈ 2 ടൈമിനെയും കട്ട് ചെയ്യണം. അല്ലെങ്കിൽ 2നെ കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. സാധാരണ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നെങ്കിൽ ഒരു ടൈമിനെ കട്ട് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ ബ്രാക്കറ്റിനകത്ത് 2n + 8 ആണ്. ഇത് രണ്ടും 2 ടൈമാണ്. അതുകൊണ്ട് തന്നെ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ബ്രാക്കറ്റിലുള്ള എല്ലാ ടൈമിനെയും കട്ട് ചെയ്യണം. ഇവിടെ 2 ടൈം ഉണ്ട്. ഈ 2നെയും കട്ട് ചെയ്യണം. അപ്പോൾ ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന n ഇൻറ്റു 2n-ൽ 2 കൊണ്ട് കട്ട് ചെയ്തു, ബാക്കിയുള്ള n ആണ് n, പ്ലസ് 8നെയും 2നെയും കട്ട് ചെയ്തു, പിന്നെയുള്ളത് 4 ആണ്. n ഇൻറ്റു n + 4 ഈക്വൽ ടു ഇതിനെ സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ n ഇൻറ്റു n² പ്ലസ് n ഇൻറ്റു 4 4n, n² പ്ലസ് 4n എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ 3n + 2. രണ്ടാമത്തെ ചോദ്യം 3n + 2 ആണ്. അപ്പോൾ ഇവിടെയും അത് ഈക്വൽ ടു xn ആണ്. ഇനി x1 ഈക്വൽ ടു 3 ഇൻറ്റു 1 + 2 ഈക്വൽ ടു 3 + 2 ഈക്വൽ ടു 5 ആണ് ഇവിടെയും ഫസ്റ്റ് ടൈം ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം അറിയാം, nth ടൈം അറിയാം, d നമുക്കിവിടെ ആവശ്യമില്ല. അപ്പോൾ സം ഈക്വൽ ടു
n/2 ഇൻറ്റു x1 പ്ലസ് xn ഈക്വൽ ടു n/2 ഇൻറ്റു x1 ഫസ്റ്റ് ടൈം 5 ആണ്, 5 പ്ലസ് xn എന്ന് പറയുന്നത് nth ടൈം, അത് 3n പ്ലസ് 2 ആണ്, ഈക്വൽ ടു n/2 ഇൻറ്റു 5 2 7. അപ്പോൾ ആദ്യം 3n എഴുതാം, 3n പ്ലസ് 7 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് 7ഉം ഈ 3യും 7ഉം രണ്ടും കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് അല്ല, അതുകൊണ്ട് ഈക്വൽ ടു ഈ എന്നിനെ 3n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3n² പ്ലസ് 7n ഡിവൈഡ് ബൈ, ഇത് ആൻസർ ആണ്, ഈക്വൽ ടു. വേണമെങ്കിൽ നമുക്ക് ഈ 2 കിടക്കുന്നതിനെ മാറ്റാൻ വേണ്ടി 1/2 എന്ന് എഴുതിയിട്ട് ഇൻറ്റു 3n² പ്ലസ് 7n എന്ന് എഴുതാം. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, ഇവിടെ കൊണ്ട് നിർത്തിയാലും കുഴപ്പമില്ല. 3n² പ്ലസ് 7n/2 ആണ് ഇതിൻ്റെ ആൻസർ. അതുപോലെ തന്നെ അതിനെ തന്നെ 1/2 ഇൻറ്റു 3n² പ്ലസ് 7n എന്നും എഴുതാം. ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ 2n മൈനസ് 3. 2n മൈനസ് 3 അത് nth ടേം ആണ്, xn ആണ്. ഇനി x1 ഈക്വൽ ടു നേരത്തെ ചെയ്ത പോലെ തന്നെ 2 ഇൻറ്റു 1 മൈനസ് 3 ഈക്വൽ ടു 2 മൈനസ് 3 ഈക്വൽ ടു -1 ആണ് നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടും. ഇനി സം ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് nth ടേം ഈക്വൽ ടു n/2 ഇൻറ്റു x1 -1 ആണ്, -1 പ്ലസ് 2n മൈനസ് 3 ഈക്വൽ ടു n/2 ഇൻറ്റു 2n എഴുതി 2n. ഇനി -1 പ്ലസ് -3 ആണ്, അല്ലെങ്കിൽ -1 -3, ഇത് -4. ഇവിടെ നമുക്ക് ഇതും ഇവൻ നമ്പർ ആണ്, ഇരട്ടസംഖ്യയാണ്, ഇതും ഇരട്ടസംഖ്യയാണ്. അപ്പോൾ നമുക്ക് രണ്ടും കൊണ്ട് ഇതിനെ കട്ട് ചെയ്യാം. ഈക്വൽ ടു ഈ 2നെ 2 കൊണ്ട് കട്ട് ചെയ്താൽ 1 കിട്ടും, ഒരു n. ഈ 4നെ 2 കൊണ്ട് കട്ട് ചെയ്താൽ 2 കിട്ടും. അപ്പോൾ ഈക്വൽ ടു n ഇൻറ്റു 1n ആണ്, അപ്പോൾ n തന്നെ എഴുതി n മൈനസ് 2, n ഇൻറ്റു n മൈനസ് 2 ആണ് കിട്ടുക. ഈക്വൽ ടു സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, n² മൈനസ് 2n എന്നാണ് നമ്മുടെ ആൻസർ. n² മൈനസ് 2n എന്ന് കിട്ടി. ഇതിലെ ഫോർത്ത് ക്വസ്റ്റ്യൻ, നാലാമത്തെ ചോദ്യം 3n മൈനസ് 2 ആണ്. 3n മൈനസ് 2, അപ്പോൾ 3n മൈനസ് 2 എന്നുള്ളത് xn ആണ്, nth ടൈം. അപ്പോൾ x1 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 1 മൈനസ് 2 ഈക്വൽ ടു 3 ഇൻറ്റു 1 3 മൈനസ് 2 ഈക്വൽ ടു 1. ഫസ്റ്റ് ടൈം കിട്ടി. ഇനി സം ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടൈം പ്ലസ് nth ടൈം ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടൈം ഇവിടെ 1 ആണ്, 1 പ്ലസ് 3n മൈനസ് 2 ഈക്വൽ ടു n/2 ഇൻറ്റു 3n. ഇനി 1ഉം -2 ആണ്, 1 പ്ലസ് -2, അതായത് -1. അപ്പോൾ n/2 ഇൻറ്റു 3n മൈനസ് 1 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഈ 3 ഓഡ് നമ്പർ ആണ്, 1ഉം ഓഡ് നമ്പർ ആണ്. ഇവൻ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈക്വൽ ടു നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ബൈ 2 എന്ന് കൊടുക്കാം. n ഇൻറ്റു 3n 3n² മൈനസ് n ഇൻറ്റു 1 അല്ലെങ്കിൽ n ഇൻറ്റു -1 മൈനസ് n ഡിവൈഡ് ബൈ 2. ഇവിടെ നമുക്ക് ആൻസർ കിട്ടി. വേണമെങ്കിൽ ഇതിനെ ഒന്ന് മാറ്റി എഴുതാം, 1/2 ഇൻറ്റു 3n² മൈനസ് n എഴുതാം. 1/2 ഇൻറ്റു 3n² മൈനസ് n ആണ് ഇതിലെ സം. ഈ സമ്മിൻ്റെ ബീജഗണിത രൂപം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കിട്ടിയ ഈ വാല്യൂവിനകത്ത് ഇവിടെ ഈ കിട്ടിയ ഇക്വേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഓൾജിബ്രിക് ഫോം, ഇതിൽ നമ്മൾ എന്നിന് ഏത് വാല്യൂ കൊടുത്താലോ, എന്നിന് 1 കൊടുത്താൽ ഫസ്റ്റ് ടൈം കിട്ടും, എന്നിന് 2 കൊടുത്താൽ ഫസ്റ്റ് ആദ്യത്തെ 2 ടേമിൻ്റെ സമ്മ് കിട്ടും. അപ്പോൾ എന്നിന് 10 ആണ് കൊടുത്തെങ്കിൽ ആദ്യത്തെ 10 ടേമുകളുടെ സമ്മായിരിക്കും കിട്ടുക. അത് വെച്ചിട്ട് നമുക്ക് nth ടൈം കണ്ടുപിടിക്കാനും ഓൾജിബ്രിക് ഫോം ഉണ്ടാക്കാനൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യനകത്ത് അത് പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അത് ചെയ്യാം.